ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 23-ാം വാക്യം. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. ഒരിക്കൽ ഒരു വലിയ ധനികൻ്റെ ഭവനത്തിന് തീ പിടിച്ചു. ആ സമയം അയാൾ ഓടി വീടിനടുത്തേക്ക് വന്നു. അപ്പോൾ വീട് മുഴുവൻ കത്തുകയാണ്. അയാൾ അവിടെ നിന്ന് നിലവിളിച്ചു, എൻ്റെ സമ്പത്തെല്ലാം പോയി, എൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ പേപ്പറുകളെല്ലാം കത്തിപ്പോകും, ഞാൻ ഇനി എന്ത് ചെയ്യും? അല്പസമയം അവിടെ നിന്നപ്പോൾ അയാൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അയാൾ വേഗം അടുത്ത വീടുകളിൽ കയറി ഏതോ പുതപ്പുമൊക്കെ വാങ്ങി അവയെല്ലാം നനച്ച് ശരീരമാകെ പൊതിഞ്ഞ് കത്തിക്കൊണ്ടിരുന്ന വീടിനുള്ളിലേക്ക് ഓടിക്കയറി ആ പേപ്പറുകളെല്ലാം എടുക്കുവാൻ ശ്രമിച്ചു. പക്ഷേ കഠിനമായ അഗ്നിക്ക് അയാൾ സ്വീകരിച്ച പുതപ്പിൻ്റെ സംരക്ഷണം മതിയാകുമായിരുന്നില്ല. അയാൾ തൻ്റെ സമ്പത്തിനോടൊപ്പം വെന്ത് ചാമ്പലായി. പ്രിയമുള്ളവരെ, പല ആളുകളും തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം ഭൗതിക സമ്പത്താണ് എന്ന് കരുതുന്നവരാണ്. എന്നാൽ അതിനേക്കാൾ വിലയുള്ള അനവധി കാര്യങ്ങൾ ഈ ഭൂമിയിൽ തന്നെ നമുക്കുണ്ട് എന്നത് ആരും ഓർക്കാറില്ല. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതയിൽ കുട്ടികൾ ശ്രീകൃഷ്ണനെ ഭയന്ന് അകന്നു മാറിയതിനെക്കുറിച്ച് കൃഷ്ണൻ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്: മണി പോയാൽ അതും ഉണ്ടാക്കിയിടാം, തുണി പോയാൽ അതും ഉണ്ടാക്കിയിടാം, പ്രാണൻ പോയാൽ പുനരുണ്ടാകില്ലെന്ന് അമ്മ പറഞ്ഞു. ജീവൻ, അതിനേക്കാൾ വിലയുള്ളതായി ഭൗതിക സ്വത്തുക്കളെ കാണുന്നവർ ജീവിതത്തിൽ തകർന്നു പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ജീവനേക്കാൾ വിലയുള്ളത് എന്താണ്? ജീവനെപ്പോലെ വിലയുള്ളതാണ് ജീവിത മൂല്യങ്ങളും. ഇതനേകരും മനസ്സിലാക്കുന്നില്ല. ഇന്ന് അനേകരും ജീവിത മൂല്യങ്ങളെ മിക്കപ്പോഴും അവഗണിക്കുകയാണ്. ഇട്ടുമൂടാൻ അല്പം പണവും വില കൂടിയ ഒരു ആഡംബര ഫോണും ആഡംബര കാറും ആഡംബര വീടും ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ജീവിതമെന്ന് കരുതുന്നവരാണ് ആധുനിക മനുഷ്യർ. അങ്ങനെയുള്ളവനെ കർത്താവ് വിളിക്കുന്നത് മൂഢ എന്നാണ്. തുടർന്ന് കർത്താവ് പറയുന്നത്, ഇന്ന് രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ നീ സ്വരൂപിച്ചതെല്ലാം ആർ അനുഭവിക്കും എന്നാണ്. പ്രിയമുള്ളവരെ, ലോകത്തിൽ കത്തിച്ചാമ്പലാകുന്ന ധനത്തേക്കാൾ ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനായി ഈ പ്രഭാതത്തിലെ ഈ ചെറിയ ചിന്ത നമ്മയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ലഭിച്ച ഉൾക്കാഴ്ചയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നശിച്ചു പോകുന്ന ധനത്തിൻ്റെ പിന്നാലെയല്ല, എന്നും നിലനിൽക്കുന്നതായ നിത്യമായ ജീവിത മൂല്യങ്ങളെ പിൻപറ്റുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെയും സഹായിക്കണമേ. പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.